കൊച്ചിയിൽ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് അക്രമാസക്തം. പോലീസിന് നേരെ കല്ലേറും വടിയേറും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഗായത്രി ചേർന്ന വിവരങ്ങളുമായി. ഗായത്രി, പോലീസിന് നേരെ വലിയ പ്രകോപനം ഉണ്ടാക്കുകയായിരുന്നോ? പോലീസിന് നേരെ അങ്ങോട്ടേക്ക് അക്രമം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമാണോ കൊച്ചിയിൽ കാണാൻ കഴിഞ്ഞത്? തീർച്ചയായും മനു, ആ സാഹചര്യം നിലവിൽ തുടരുകയാണ്. മാർച്ച് അക്രമാസക്തമാക്കണം എന്ന് കരുതിക്കൂട്ടി എത്തിയ പ്രവർത്തകർ തന്നെയാണ് ഇത്തരത്തിൽ വലിയ അതിക്രമം ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസിനെ ഒറ്റക്കുറ്റിയിൽ നിന്ന് വെല്ലുവിളിക്കുന്ന രീതിയിൽ ബാരിക്കേഡിൽ ശക്തമായ പ്രതിഷേധം നടക്കുന്ന ബാരിക്കേഡിന് ഇപ്പുറത്ത് നിന്ന് ചെറിയ വഴിയിലൂടെ എത്തി അവിടെ നിൽക്കുന്ന പോലീസിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിൽ, വെല്ലുവിളിക്കുന്ന രീതിയിൽ വളരെ പ്രകോപനപരമായി തകർക്കാൻ ശ്രമിച്ചുകൊണ്ട് വളരെ പ്രകോപനപരമായി ശ്രമം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അടുത്ത റൗണ്ടിൽ ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. ശക്തമായ പ്രതിഷേധമില്ലെങ്കിൽ അക്രമം സൃഷ്ടിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ കല്ലും വടിക്കും കമ്പും കൈവശത്തി വെച്ചിരുന്ന ട്രാഫിക്കിന്റെ അടക്കമുള്ള ഉപകരണങ്ങൾ അക്രമാസക്തമാകുന്ന കാഴ്ചയാണ്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ മാർച്ച് തുടങ്ങുന്ന സാഹചര്യത്തിൽ തന്നെ കരിങ്കല്ലുകളുമായി ആളുകൾ എത്തുന്നത് നമുക്ക് കൃത്യമായി കാണുവാൻ കഴിയുമായിരുന്നു. അത്രയ്ക്ക് പ്രകോപനം സൃഷ്ടിക്കുന്ന ഉദ്ദേശത്തോടുകൂടി തന്നെ നേരത്തെ എത്തി, അല്ലെങ്കിൽ നേരത്തെ കാര്യങ്ങൾ സ്വരൂപിച്ചു വെച്ച് അതിനുശേഷം കൃത്യമായ ആസൂത്രണത്തോടെ മാർച്ച് അക്രമാസക്തമാക്കുന്നതാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ വിവിധ ഇടങ്ങളിലായി ഗായത്രി, ഈ പറയുന്ന പ്രകോപനമൊക്കെ ഉണ്ടായിട്ടും പോലീസ് സംയമനം പാലിച്ചുകൊണ്ട് പരമാവധി ഒഴിഞ്ഞു നിൽക്കുന്നതാണോ കാണാൻ കഴിഞ്ഞത്? മറ്റു മാർഗങ്ങളില്ലാതെ വന്നപ്പോഴാണോ ജലപീരങ്കി പ്രയോഗിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയത്? തീർച്ചയായും മനു, അത്തരത്തില് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രകോപനം സൃഷ്ടിക്കുമെന്ന് തന്നെ പറയണം. കൃത്യമായി കരുതുകൂട്ടി എത്തി അക്രമാസക്തമാക്കുന്ന ഒരു മാർച്ച് എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കേണ്ടി അത്തരത്തിൽ കൃത്യമായി വടികളും കല്ലേറുകളും കല്ലുമൊക്കെയായി എത്തി അത് കൃത്യമായ ഇടവേളകളിൽ എറിഞ്ഞുകൊണ്ട് പ്രകോപനം സൃഷ്ടിക്കുന്ന രീതിയിൽ, പോലീസിനെ ഒറ്റക്കൊറ്റിക്കുന്ന വെല്ലുവിളിക്കുന്ന രീതിയിൽ, അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, പരാമർശങ്ങൾ, രീതികളൊക്കെയും ഈ പോലീസുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. പോലീസിനെ ഒറ്റയ്ക്ക് നിന്ന് വെല്ലുവിളിക്കുക, അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ നമ്മുടെ മുൻപിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ കൂട്ടമായി ബാരിക്കേഡ് തകർക്കാനെത്തുന്ന പ്രവർത്തകരോട് ചേർന്ന് ഇപ്പുറത്ത് ഒറ്റയ്ക്കായി നിന്ന് മറ്റിടങ്ങളിലും പോലീസിനെ ഏതൊക്കെ രീതിയിൽ പ്രകോപിപ്പിക്കാമോ ആ രീതിയിൽ എല്ലാം പ്രകോപനം സൃഷ്ടിക്കുന്ന രീതിയിലൊരു മാർക്ക് തന്നെയാണ്, അല്ലെങ്കിൽ അക്രമാസക്തമാക്കണം ഉദ്ദേശത്തോടു കൂടി കരുതി കൂട്ടി എത്തി അത് നടപ്പിലാക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ കൃത്യമായി കല്ലും വടികളും ഒക്കെ പോലീസിന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് ലാത്തികളടക്കം ഉപയോഗിച്ചുകൊണ്ട് ഒരു അത്തരത്തിൽ അത് എറിഞ്ഞുകൊണ്ടിരുന്ന അത് ഉപയോഗിച്ച് പ്രകോപനം നടത്തുന്ന ബാരിക്കേഡിന് മുകളിലേക്ക് വലിഞ്ഞു കയറിക്കൊണ്ട് അവിടെ നിന്നും തന്നെയും മറ്റും എറിയുന്ന രീതിയിലുള്ള അത്ര അക്രമാസക്തമാകുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. പിന്നീട് വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് ബസ്സുകളിൽ ആളെ ഇറക്കി ആ ഒരു അത്രയും ആളുകളെ എത്തിച്ച് അതിന് അത്തരത്തിൽ ആസൂത്രണത്തോടു കൂടി നടക്കുന്ന ഒരു മാർച്ച് തന്നെ വേണം പറയാൻ. അത്തരത്തിൽ ആളുകൾ എത്തിക്കുക മാത്രമല്ല, രാവിലെ മുതൽ തന്നെ ഈ മാർച്ചിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഇവിടെ നടക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കുമായിരുന്നു. അത്തരത്തിൽ കൃത്യമായി കരുതിക്കൂട്ടി എത്തിയ കരുതിക്കൂട്ടി കയ്യിൽ കരുതിയ കരിങ്കല്ലുകളും വടികളും മറ്റുമായി മാർച്ച് തുടക്കം മുതൽ തന്നെ അക്രമാസക്തമാക്കാൻ നടത്തുന്നു. അത് തുടർച്ചയായി ആക്രമണം തുടർന്നു കൊണ്ടുപോകുന്നു. പോലീസിനെ ഏതൊക്കെ രീതിയിൽ പ്രകോപിപ്പിക്കാമോ ആ രീതിയിലേക്ക് പ്രകോപിപ്പിക്കുമ്പോഴും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ വീഴുന്ന രീതിയിലുള്ള പ്രകോപനങ്ങൾക്ക് വശമത്താകുന്ന രീതിയിലുള്ള പ്രകോപനം ഇതുവരെയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. കൃത്യമായ ഇടവേളകളിൽ അതിക്രമം ശക്തമാകുന്ന സമയങ്ങളിൽ ഇപ്പോൾ 3 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു. അത്തരത്തിൽ എപ്പോഴും ഈ പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് പോലീസിനെതിരെ ശക്തമായ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് പ്രവർത്തകർ അതിക്രമം തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഉദ്ഘാടന പ്രസംഗത്തിന് കൃത്യമായി പോലീസിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ, പോലീസിനെ വധഭീഷണി അടക്കം മുഴക്കുന്ന രീതിയിൽ ഒരു പ്രതികരണം അല്ലെങ്കിൽ പ്രസംഗം തന്നെ ഇവിടെ ഉദ്ഘാടകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരു സാഹചര്യം. ശരി ഗായത്രി, വ്യക്തമാണ്. ഏതായാലും പോലീസിനെതിരെ മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കുന്ന ഒരു കാഴ്ചയാണ്. ഈ കല്ലും വടിയും ഒക്കെ എടുത്ത് പോലീസിന് നേരെ എറിയുക, ആ രീതിയിൽ ആക്രമിക്കാൻ ശ്രമിക്കുക, കരുതിക്കൂട്ടി തന്നെയാണ് വന്നിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കല്ലും വടിയും പട്ടികയും ഒക്കെ കയ്യിലുണ്ടായിരുന്നു. അത് വെച്ച് പോലീസിന് നേരെ എറിഞ്ഞും ആക്രമിച്ചുമൊക്കെ അവരെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ പരമാവധി സംയമനം പാലിച്ച് മറ്റു മാർഗ്ഗങ്ങളില്ലാതെ വന്നപ്പോൾ ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കൊച്ചിയിൽ ഉണ്ടായത്. വിവരങ്ങളാണ് ഗായത്രി നമുക്ക് നൽകിയത്.